വളരെ കാലമായുള്ള ആഗ്രഹമായിരുന്നു. എൻ്റെ നൃത്ത ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായിട്ടാണ് കലാകാരൻ എന്നുള്ള രീതിയിലും കേരളത്തിൻ്റെ കലാരൂപം മോഹിനിയാട്ടത്തിന് സമ്മാനിച്ച, അല്ലെങ്കിൽ മോഹിനിയാട്ടം എന്ന കലാരൂപം കേരളത്തിന് സമ്മാനിച്ച മഹാകവി വള്ളത്തോളിൻ്റെ ഈ സ്വപ്നഭൂമിയിൽ ഒരു പുരുഷനായി നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ അപ്പോൾ ഏറെ വിവാദമായിരിക്കുന്നൊരു വാക്കാണ് മോഹിനി അല്ലെങ്കിൽ മോഹിനിയാട്ടം. അദ്ദേഹം വിഭാവനം ചെയ്തത് കൈരളി നൃത്തം എന്ന ലിംഗവിവേചനം പോലും ഇല്ലാത്തൊരു നൃത്തരൂപമാണ്. ആ നൃത്തരൂപത്തിൻ്റെ പേര് അങ്ങനെ തന്നെയായി തീരണമെന്ന് ഏറ്റവും നന്നായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ഒരു ഗവേഷണ പ്രബന്ധം ഈ രീതിയിൽ ഇവിടെ അവതരിപ്പിച്ച് 2017 മോഹിനിയാട്ടത്തിൻ്റെ പുരുഷരംഗാവതരണം, അത് ആട്ടത്തിലെ ആൺവഴികൾ എന്ന വിഷയത്തിൽ ഡോക്ടർ NK ഗീത ടീച്ചറുടെ കീഴിൽ ഇതേ കൂത്തമ്പലത്തിൽ നിന്നും PhD അനുവദിച്ച് തന്നത്. അപ്പോൾ അവിടെ ഇത്രയും കാലത്തിന് ശേഷം എനിക്ക് തോന്നുന്നു കലാമണ്ഡലത്തിൽ പഠിക്കാൻ വന്നത് 2007 മുതൽ 2017 വരെയാണ്. അതിനു മുന്നും മോഹിനിയാട്ടം എന്ന രീതിയിൽ കലാമണ്ഡലത്തിന് വെളിയിലായിരുന്നു. ഇവിടുത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും അക്കാദമിക വിഷയങ്ങളിലായിരുന്നു, അതായത് PhD MPhil. അപ്പോൾ ഇവിടെ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇവിടെ ഒരു നൃത്തരൂപം ഇങ്ങനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷവാനാണ്. ഇക്കൊല്ലം ഇവിടെ തീർച്ചയായിട്ടും ഇക്കൊല്ലം ഞങ്ങൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ട് ഓഫീസുകാരുമായിട്ട്. അവർ പറഞ്ഞിരിക്കുന്നത് അടുത്ത അധ്യയന വർഷം മുതൽ മോഹിനിയാട്ടത്തിൽ ആൺകുട്ടികൾക്കും പഠിക്കാവുന്നതാണ്. അത് നിലവിൽ വരട്ടെ എന്ന്, അഥവാ അത് വന്നില്ലെങ്കിൽ ഞങ്ങൾ അതിനെതിരായിട്ട് വരാനായിട്ടുള്ള നടപടികൾ അനുസരിക്കുന്നു.